ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാടക മത്സരം മികച്ച നിലവാരം പുലർത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ പാടുന്ന കാട് എന്ന നാടകം അവതരിപ്പിച്ച ചേർത്തല ഗവൺമെന്റ് HSS ആണ് ഒന്നാം സ്ഥാനം നേടിയത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം മികച്ച നിലവാരമാണ് പുലർത്തിയത്. ഒന്നാം സ്ഥാനം ലഭിച്ചത് ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനാണ്. ഇവർ അവതരിപ്പിച്ചത് പാടുന്ന കാട് എന്ന നാടകമായിരുന്നു. ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെയും ജീവികളുടെയും വിഹ്വലതയെക്കുറിച്ചുമാണ് പാടുന്ന കാട് ചർച്ച ചെയ്തത്. നാടകത്തെ സാഹിത്യത്തിൽ നിന്നും അകറ്റി നിർത്തി എന്ന പ്രത്യേകതയും നാടകത്തിനുണ്ട്. വ്യത്യസ്തമായ അനുഭവമാണ് ഈ നാടകം സമ്മാനിച്ചതെന്ന് CDNet ന്യൂസിനു വേണ്ടി നാടക മത്സരം വിലയിരുത്തി റിപ്പോർട്ട് ചെയ്ത അഡ്വക്കേറ്റ് പ്രതിഭ MLA പറഞ്ഞു. നമ്മുടെ കലോത്സവത്തിന്റെ ഒന്നാം ദിവസം, അതായത് 13 വേദികളിലും കലോത്സവം അരങ്ങുണർന്ന ഒന്നാം ദിവസം നാടകം HS വിഭാഗം നാടകം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ കീർത്തന ആൻഡ് ടീമിൻ്റെ നാടകം ഞാൻ അറിഞ്ഞത് അടിപൊളിയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിൽ അവർ വിജയം കൈവരിച്ചിട്ട് ഞാൻ അവരെ ബോയ്സ് സ്കൂളിൽ വെച്ച് കണ്ടു. ഇപ്പോൾ അവർ നമ്മുടെ മീഡിയ കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പലരും പറഞ്ഞു കേട്ടു, ഇവർ അസാധ്യമായ പെർഫോമൻസാണ് നമ്മുടെ ചേർത്തല ഗേൾസ് സ്കൂളിലെ കുട്ടികൾ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അതിലെ മുഴുവൻ ടാലൻറ്റഡ് ആയിട്ടുള്ള മുഴുവൻ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരുടെ അനുഭവം എങ്ങനെയായിരുന്നു എന്ന്. അല്ലേ, നിങ്ങളുടെ നാടകം ആര് സംവിധാനം ചെയ്തു, ആരാണ് നിങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചത്, ഇതെല്ലാം നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല. അപ്പോൾ നമുക്ക് കീർത്തനയ്ക്ക് തന്നെ കൊടുക്കാം. മികച്ച നടിയായിട്ട് കീർത്തനയാണ് തിരഞ്ഞെടുത്തത്. കീർത്തന പറയും. ആദ്യം തന്നെ ഞങ്ങളെ പഠിപ്പിച്ച സാറന്മാർക്ക് ഒത്തിരി താങ്ക്സ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുനിൽ സാർ, പിന്നെ സാർമാരുടെ സുനിൽ സാറിനൊപ്പം ഡാൻ ചേട്ടൻ, വിനീഷ് ചേട്ടൻ. സത്യം പറഞ്ഞാൽ നാടകത്തിനൊരു സ്ക്രിപ്റ്റ് ഇല്ല, ഞങ്ങളിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ അത്രയും ടൈം എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്നു, അതിന് ഭയങ്കര താങ്ക് യു. പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യവും A ഗ്രേഡ് കിട്ടി സ്റ്റേറ്റിൽ ചെന്നപ്പോൾ. അപ്പോൾ ഇത് കുറച്ചും കൂടി സന്തോഷം. ഓക്കെ, കായംകുളത്ത് വന്നിട്ട് എങ്ങനെ, ഹാപ്പിയാണോ? ഹാപ്പിയാണ്, ഒത്തിരി സന്തോഷം. ഇഷ്ടപ്പെട്ടോ? അല്ല, ചേർത്തലയുടെ ചൊരിമണലിൽ നിന്ന് നമ്മുടെ കായംകുളത്തിൻ്റെ ഓണാട്ടുകരയുടെ മണ്ണിലേക്ക് വന്ന് നാടകത്തിൽ വിജയം കൊയ്തിട്ടാണ് നമ്മുടെ ഗേൾസ് സ്കൂളിലെ കുട്ടികൾ, ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ സ്വന്തമായിട്ട് ചെയ്ത മ്യൂസിക്കാണ് അതിലുള്ളത്. അപ്പോൾ ആ മ്യൂസിക് കേൾക്കാൻ നമുക്കെല്ലാം ഒരു ചെറിയ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അവർ തന്നെ അത് പെർഫോം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിക്വസ്റ്റാണ്. പെർഫോം ചെയ്യുമല്ലോ? ഓക്കെ. കാട്ടിലെ പുള്ളിക്കുയിലെ തനിക്കാവും തന്നാലായതേ, മഞ്ഞു വീണ കാട്ടില് തുള്ളിമഴ പെയ്ത് നിര നിരയായി പൊങ്ങിരമാതി, കാടു കരഞ്ഞ കാട്ടുപൂത്തേനും നനയും, മണ്ണു നനഞ്ഞ മലരും പൂവും വിരിയും, കാടു കരഞ്ഞ കാട്ടുപൂത്തേനും നനയും, മണ്ണു നനഞ്ഞ മലരും പൂവും വിരിയും. അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി, സൂപ്പർ പെർഫോമൻസ് കേട്ടോ. താങ്ക് യു, ഞങ്ങൾക്ക് വേണ്ടി അത് വീണ്ടും ഇവിടെ അവതരിപ്പിച്ചതിന് താങ്ക് യു. ബെസ്റ്റ് വിഷസ്. സ്റ്റേറ്റിൽ പോയി കപ്പ് വാങ്ങിച്ച് വരാൻ കഴിയട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ നാടകത്തിൽ കതിര് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കീർത്തന B വിനോദാണ് മികച്ച നടി. പശ്ചാത്തല സംഗീതവും സംഭാഷണങ്ങളും റെക്കോർഡിംഗ് ഇല്ലാതെ തത്സമയം അവതരിപ്പിച്ചു എന്നതാണ് നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചന്ദിരൂർ മായ നാടക കലാപഠന കേന്ദ്രമാണ് നാടകത്തിന് പരിശീലനം നൽകിയത്. സുനിൽ ചന്ദിരൂരിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. എറണാകുളത്ത് വിജിലൻസ് ഓഫീസറാണ് സുനിൽ ചന്ദിരൂർ. ഡാനി, വിനീഷ് എന്നിവരും നാടക പരിശീലനത്തിന് നേതൃത്വം നൽകി. 10 കുട്ടികളടങ്ങുന്ന ടീമാണ് നാടകത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 7 തവണയായി വിവിധ മത്സരങ്ങളിൽ സ്കൂൾ ടീം നാടകത്തിന് 1ാം സ്ഥാനം നേടുന്നുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. CDNet ന്യൂസ്, കായംകുളം.